بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കുടുംബവുമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസമാണ് ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം. യൗമു അറഫ എന്നാണ് അതിന് പറയാ. അറഫ ദിവസം എന്നാ പറയാ. അതായത് ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം. ആ ദിവസത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് കരുതിയിരിക്കുക എന്നത് സാന്ദർഭികമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സാധാരണ ദിവസം എന്ന ലാഘവത്തോടുകൂടെ അതിനെ നമ്മളങ്ങനെ ഉപയോഗിക്കാതെ ശൂന്യമാക്കി വിടുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അബദ്ധമാണ്. കാരണം ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു സ്പെഷ്യലായി നരകമോചനം നൽകുന്ന ഒരു ദിവസമാണിത്. ധാരാളം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സഗൗരവം കണ്ടിട്ടുള്ള ഒരു വലിയ സന്ദർഭവും ഒരു വലിയ വിഷയവുമാണ് ഈ ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം, അതായത് അറഫ ദിവസം എന്നറിയപ്പെടുന്ന ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം. ദുൽഹിജ്ജയുടെ 8-നും ഒക്കെ പ്രാധാന്യമുണ്ട്. ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം എന്ന ആ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് ദുൽഹിജ്ജയുടെ 8ാമത്തെ ദിവസത്തിന്റെയും പ്രാധാന്യം ഇസ്ലാമിക ശറഇൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് പിന്നീട് പറയാം. ഏതായാലും ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം അള്ളാഹു ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം ഉറപ്പുവരുത്തുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പ് നടത്തിയേ പറ്റൂ. അല്ലാഹു തആല നരകമോചനത്തിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അന്നത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ട ദിക്ർ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട അമലുകൾ, ഇതേക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കല് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം തന്നെ പറയട്ടെ, രാവും പകലും, അതായത് ദുൽഹിജ്ജയുടെ 9ാമത്തെ രാവും പകലും, തലേ രാവും പിറ്റേ പകലും, ദുൽഹിജ്ജയുടെ അറഫ ദിവസത്തിന്റെ തലേ രാത്രിയും ആ പിറ്റേ പകലും ഒരു ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കേണ്ട, ഉപയോഗപ്പെടുത്തേണ്ട ഒരു ദിവസമായി, സമയമായി തന്നെ നാം അതിനെ കാണണം. ഒരു ലൈലത്തുൽ ഖദറിന്റെ പ്രതീതി വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാടുകളിൽ റമദാന്റെ 27ാം രാവിനൊരു പ്രത്യേക ഉണർവാണ്. ആ ഉണർവ് ഒരു രാത്രിയിൽ നാം കാണുന്നു. പിന്നെയും പറയാം, ദുൽഹിജ്ജയുടെ 9ാം രാവും 9ന്റെ പകലും ഈ ഒരു പ്രാധാന്യത്തിൽ തന്നെ നാം അമല് ചെയ്യാൻ, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാൻ കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങി വരിക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്നതും ദുആഇന് ഉത്തരം കിട്ടുന്നതുമായ ഒരു സന്ദർഭമാണ് അറഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സമയങ്ങൾ, ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം. ഒരു ഹദീസ് കേട്ടോളൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് ഹദീസ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നരകമോചനം നൽകുന്ന ദിവസം അത് അറഫയുടെ ദിവസമാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ദുൽഹിജ്ജ 9ന്റെ ദിവസമാണ്. വ ഇന്നഹു ലയദുനു, തീർച്ചയായും അല്ലാഹു നമ്മോട് അടുത്തു വരും. ഒന്നാം ആകാശത്തിൽ അവന്റെ ഇടപെടൽ ഉണ്ട്. സുമ്മ യുബാഹി ബിഹിമുൽ മലായികത, എന്നിട്ട് മലക്കുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കും ഭൂമിയിലെ മനുഷ്യരെ കുറിച്ച്. ഫയഖൂലു മാ അറാദ ഹഉലായി,
അല്ലാഹു തആല ഭൂമിയിലുള്ള മനുഷ്യർ, അതായത് നല്ല മനുഷ്യർ, അറഫാ ദിവസം എന്ന ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളെ കാണിച്ചിട്ട് മലക്കുകളോട് പറയും, ഓ ഇവരെ എന്തായിരിക്കും ഇങ്ങനെ എന്ന് അള്ളാഹു അത്ഭുതത്തിന്റെ വർത്താനം പറയുമെന്ന് സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സന്തോഷത്തോടുകൂടെ മലക്കുകളെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹു പ്രൗഢിയുടെ വർത്താനം പറയുന്ന ആ മഹാന്മാരായ അടിമകളിൽ ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം മുസ്ലിമിന്റെ ഈ ഹദീസ് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി വ്യാഖ്യാനിക്കുന്നതായി കാണാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ അടിമകളിലേക്ക് നോക്കും. സൂക്ഷ്മതശാലികളായ ആ അടിമകൾ യർജൂന റഹ്മത്തി, അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല വയഖാഫുന അദാബി, അള്ളാഹുവിന്റെ അദാബിനെ അവർ ഭയക്കുന്നു. ആ ഭയപ്പാടും പ്രതീക്ഷയും അവരുടെ ജീവിതത്തിൽ അറഫ ദിവസത്തിന്റെ പ്രത്യേകമായ ഒരുക്കത്തിൽ കാണാൻ കഴിയുന്നു. ഇത് മലക്കുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. മലക്കുകൾക്ക് അള്ളാഹു തആല ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നത് വലിയ അത്ഭുതമായി തോന്നുന്നു. അള്ളാഹു മലക്കുകളോട് പറയും, വലം യറൗനി ഫകൈഫ യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല. എന്റെ അടിമകൾ ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്ന, അതേ വേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്ന എന്റെ മുഅ്മിനീങ്ങളായ അടിമകൾ എന്നെ കണ്ടിട്ടില്ല. എന്നിട്ടും അവർ എന്റെ അദാബിനെ ഭയന്നും എന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചും അവരിങ്ങനെ അമൽ ചെയ്യാണല്ലോ. അപ്പോൾ അവരെങ്ങാനും എന്നെ കണ്ടിരുന്നുവെങ്കിലോ, എത്രത്തോളം അത്ഭുതം എന്ന അള്ളാഹു മലക്കുകളോട് സംസാരിക്കുമെന്ന രീതിയിൽ മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിന് ഇമാം നബവി കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഇനി കേട്ടോളൂ, മനുഷ്യരുടെ ഭയഭക്തി അതിനെപ്പറ്റി പറഞ്ഞ മലക്കുകളോട് അള്ളാഹു അഭിമാനിക്കുന്ന ദിവസമാണ് ഈ ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം. ഭയഭക്തി, ഹൃദയത്തിലുള്ള വിശുദ്ധി, മുഅ്മിനീങ്ങളുടെ തഖ്വയെക്കുറിച്ച്, മുഅ്മിനീങ്ങളുടെ സൂക്ഷ്മതയെക്കുറിച്ച് അള്ളാഹു മലക്കുകളോട് പറഞ്ഞിട്ട് അള്ളാഹു മലക്കുകളുടെ മുന്നിൽ സന്തോഷം പ്രകടിപ്പിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമായി. ഇമാം ബഗവി അവിടുത്തെ ശറഹ് സുന്നയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ഹദീസ്. മഹാനായ സ്വഹാബി പ്രമുഖൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, ഇദാ കാന യൗമു അറഫ, അറഫ ദിവസം എത്തിക്കഴിഞ്ഞാൽ, ഇന്നല്ലാഹ യൻസിലു ഇലസ് സമാഇ ദുനിയ, അല്ലാഹുവിന്റെ ഇടപെടൽ, അല്ലാഹുവിന്റെ സാന്നിധ്യം ഒന്നാം ആകാശത്തിൽ, ഫയുബാഹി ബിഹിമുൽ മലായിക, ഭൂമിയിലുള്ളതായ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ അവർ അറഫാ ദിവസം എന്ന ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം അമലുമായി വ്യാപൃതരാകുന്നത് കാണുമ്പോൾ അള്ളാഹു മലക്കുകളെ വിളിച്ചു കാണിച്ചു കൊടുത്ത് സന്തോഷം പ്രകടിപ്പിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫയഖൂലു ഉൻദുറു ഇലാ ഇബാദിയതൗനി ശുഉസൻ ഗുബ്റാം, അള്ളാഹു മലക്കുകളോട് പറയും, എന്റെ അടിമകൾ ഞാനെന്ന വിചാരത്താൽ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് മുടിയൊക്കെ ജടപിടിച്ചും ശരീരം പൊടിപുരണ്ട ഒരവസ്ഥയിൽ അവർ എന്റെ അടുക്കിലേക്ക് വന്നിരിക്കാം. നിങ്ങൾ കണ്ടില്ലേ മലക്കുകളെ? അവർ എല്ലാ അറഫാ സംഗമത്തിലെത്തുന്ന ഹാജിമാരെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇത് ഭൂമിയിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ ആനുകൂല്യം കിട്ടുമെന്ന് മറ്റൊരു ഹദീസിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് പറയാം. ഏതായാലും അറഫയിൽ സംഗമിച്ച ഹാജിമാരെ കണ്ട് അള്ളാഹു സന്തോഷം അറിയിക്കും. മഹാന്മാരായ ഈ അറഫാ ദിവസത്തെ, ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്ന ആ ആളുകളെ പറ്റി അള്ളാഹു മലക്കുകളോട് പറയും, ഇവർക്കെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു മലക്കുകളെ, അതിന് നിങ്ങളെ ഞാൻ സാക്ഷിയാക്കിയിരിക്കുകയാണ്. അപ്പൊ മലക്കുകൾ ചോദിക്കും, പടച്ച റബ്ബേ, ഇവരുടെ കൂട്ടത്തിൽ അക്രമം പ്രവർത്തിച്ച, തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. യാ റബ്ബി ഫുലാനുൻ കാന യർഹഖ് വ ഫുലാനും വ ഫുലാന, പടച്ചോനെ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും കുറ്റകൃത്യങ്ങൾ ചെയ്തവരും ഈ പുറത്തു കൊടുത്തു എന്ന് നീ സൂചിപ്പിക്കുന്ന, നീ പറയുന്ന ഈ വിഭാഗത്തിലുണ്ടല്ലോ അല്ലാ. അപ്പൊ അള്ളാഹു പറയും, ഞാൻ അവർക്കും പുറത്തു കൊടുത്തു. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ, അള്ളാഹു പുറത്തു തരുന്നവരിൽ പെടുത്തട്ടെ. ലഖദ് ഗഫറതു ലഹും, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഹബീബ് പിന്നെയും പറഞ്ഞു, ഫമാ മിൻ യൗമിൻ അക്സറ അതീഖ മിനൻ നാരി മിൻ യൗമി അറഫ, അറഫാ ദിവസത്തിൽ നരകമോചിതർ ഉണ്ടാവുന്ന അത്രയൊന്നും നരകമോചിതർ മറ്റൊരു ദിവസത്തിലും ഉണ്ടാവാറില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരുപാട് നരകമോചനം നടക്കുന്ന ഒരു ദിവസം. എന്ന് മാത്രമല്ല, ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസമാണല്ലോ അറഫ ദിവസം, ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം. ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസം. ബദർ കഴിഞ്ഞിട്ട് ബദറിൽ ഇബ്ലീസിന് വലിയ ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. ബദറിൽ ഇബ്ലീസ് ഏറ്റവും കൂടുതൽ നിന്ദ്യനായിട്ടുണ്ട്. ഈ ബദർ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു നിന്ദ്യനാവുക എന്നത് ലോകത്ത് നടക്കുന്നത് ഈ
ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം. ഇബ്ലീസ് ബദറില് നിന്ദ്യനായി പോയി, നിസ്സാരനായി പോയി, ഒന്നിനും കൊള്ളില്ലാത്തവനായി പോയി. അവന് ദേഷ്യമൊക്കെ കൂടിപ്പോയി. ബദർ കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് അതുപോലെ ഒന്ന് നിന്ദ്യനായി പോകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം. കൃത്യമായി തന്നെ ഹദീസിൽ കാണാം, പിശാചിന് ഏറ്റവും വലിയ നിസ്സാരത അള്ളാഹു നൽകുന്ന ദിവസം. മനുഷ്യർക്ക് കണക്കില്ലാതെ അള്ളാഹു പാപമോചനം കൊടുക്കുന്നത് കാണുമ്പോൾ പിശാച് നിസ്സാരനായി പോകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ ഹദീസ്. ഇമാം മാലിക് അവിടുത്തെ മുത്തയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. عن طلحة بن عبيد الله بن كريز أن رسول الله صلى الله عليه وسلم മഹാനവറുകൾ പറയുന്നു റളിയല്ലാഹു അൻഹു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മാ റുഇയ ശൈത്വാനു യൗമൻ ഹുവ ഫീഹി അസ്ഗറു വലാ അദ്ഹറു വലാ അഹ്ഖറു വലാ അഗ്യദ് മിൻഹു ഫീ യൗമി അറഫ. അറഫാ ദിവസത്തിലെ പിശാചിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പിശാചിന് വലിയ കോപം, പിശാച് നിസ്സാരനായി, നിന്ദ്യനായി, ഒന്നിനും കൊള്ളില്ലാത്തവനായി, ചെറുതായി പോയി. അങ്ങനെ പിശാചിനെ കാണാം. അങ്ങനെ ഇതിനു മുമ്പ് കാണപ്പെട്ടിട്ടില്ല ഈ അറഫയുടെ ദിവസം അല്ലാതെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് പിശാച് ഇത്രയും നിന്ദ്യനായി, നിസ്സാരനായി, അവൻ ഒന്നിനും കൊള്ളില്ലാത്തവനായി, പ്രകോപിതനായി, ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ അവന് സഹിക്കാൻ പറ്റൂല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വലിയ പാപങ്ങളൊക്കെ അന്ന് അള്ളാഹു പുറത്തു കൊടുക്ക അവന്റെ അടിമകൾക്ക്. അതും കൂടി കാണുമ്പോൾ ഇബ്ലീസിന് തീരെ സഹിക്കാൻ പറ്റൂല. ഇല്ലാമാ ഉരിയ യൗമ ബദർ. ബദറിലെ വിജയം ഇബ്ലീസ് കണ്ടപ്പോഴാണ് ഇബ്ലീസ് ഇതുപോലെ നിസ്സാരനായും ദേശക്കാരനായും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഖീല വമാ റആ യൗമ ബദ്രി യാ റസൂലുള്ളാഹ്. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, ബദറിൽ ഇപ്പൊ എന്തുട്ടാ ഇബ്ലീസിന് ഇത്ര ദേഷ്യം വരാനൊക്കെ ഉണ്ടായ കാര്യം? അപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് റആ ജിബ്രീൽ അലൈഹിസ്സലാം യസഉൽ മലായികത. മഹാന്മാരായ മലക്കുകളെ സഫു സഫായി നിർത്തിയും അണിയിച്ചൊരുക്കിയും ക്രമാനുസൃതം യുദ്ധത്തിന്റെ അണികളിലേക്ക് ഇറക്കി വിട്ടും മഹാന്മാരായ മലക്കുകളെ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കൺട്രോൾ ചെയ്യുന്നത് കണ്ടപ്പോ ഇബ്ലീസ് വല്ലാതെ നിസ്സാരനായി പോയി. അന്നാ ഇതുപോലെ നിസ്സാരനായി കണ്ടിട്ടുള്ളത്. പിന്നെ കാണുന്നത് ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക്കിന്റെ മുത്തയിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. സൂറത്തുൽ അൻഫാലിന്റെ 48-ാമത്തെ ആയത്ത്. ഇബ്ലീസ് ബദറില് ഇറങ്ങി വന്നപ്പോ മഹാന്മാരായ മലക്കുകളുടെ ആ സംഗമവും അവരുടെ ആ സംഘബോധവും മലക്കുകളുടെ യുദ്ധത്തിലുള്ളതായ നൈപുണ്യമൊക്കെ കണ്ടപ്പോ ഇബ്ലീസ് നിസ്സാരപ്പെട്ടുപോയി. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഉമയ്യത്തിന്റെയും ഷൈബത്തിന്റെയും ഒക്കെ കൂടെ നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കാ ഇബ്ലീസ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിന്റെ 48-ാമത്തെ ആയത്ത്. സൂറത്തുൽ അൻഫാലിൽ ഇങ്ങനെ ബദർ ഇങ്ങനെ പറയാണല്ലോ. ആ സമയത്ത് നജ്ദ്കാരനായ ഒരു വൃദ്ധന്റെ രൂപത്തിൽ വലിയ പക്വതയിൽ വർത്താനം പറഞ്ഞു കൂടെ ആളാണ് ഇബ്ലീസ്. നേതൃത്വത്തിൽ ഇബ്ലീസിൻ്റെതായ എല്ലാ ഹിക്മത്തുകളും പ്രയോഗിച്ചിരിക്കാം. അപ്പോഴുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു. മഹാന്മാരായ മലക്കുകളെ കൺട്രോൾ ചെയ്യുന്നു. യുദ്ധത്തിന്റെ എല്ലാ രീതിയിലുമുള്ള സഫുകളായും ഒരുക്കങ്ങളായും എല്ലാം മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായി ഇടപെടുന്നു. ഇതെല്ലാം കണ്ടതോടുകൂടെ ഇബ്ലീസ് വല്ലാതെ ദേഷ്യപ്പെട്ടു പോയി. ഇബ്ലീസ് നിസ്സാരനായി പോയി. ഇബ്ലീസ് നാണം കെട്ടുപോയി. അതുപോലൊരു നാണം കെടലും നിസ്സാരനാവലും കോപിച്ചു പോകലും ഒന്നും ഈ ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസത്തിനപ്പുറം വേറെ കാണപ്പെട്ടിട്ടില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് അവന്റെ ഇഷ്ടത്തിൽ ചേരാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം വന്നാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ ഈ ദിവസത്തിന്റെ മഹത്വം ഒന്ന് അറിഞ്ഞു വെക്കണം. ഈ ദിവസത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ മഗ്ഫിറത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഒന്ന് അറിയണം. ഈ ദിവസത്തെ കുറിച്ച് അറിയേണ്ട കാര്യം. പാപമോചനത്തിന്റെ വ്യാപ്തി കണ്ടിട്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കുന്നതിന്റെ ആ വിശാലത കണ്ടിട്ട്
പിശാച് മണ്ണ് വാരി തലയിൽ ഇടുന്ന ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം അള്ളാഹു അവന്റെ അടിമകൾക്ക് ഇങ്ങനെ പാപമോചനം വിശാലമായി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഇബ്ലീസ് എന്ത് ചെയ്യും? മണ്ണ് വാരി സ്വന്തം തലയിലേക്ക് ഇങ്ങനെ വാരിയിട്ട് അവന്റെ ദേഷ്യം അങ്ങ് തീർക്കും. അവൻ നാണം കെട്ട് അവൻ അങ്ങനെ ഇളഭ്യനായി അവന്റെ കോപവും അവന്റെ അക്ഷമയും ഒക്കെ പ്രകടിപ്പിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് പാപമോചനം തരട്ടെ. ദുൽഹിജ്ജയുടെ ഏറ്റവും വലിയ ഒരു വിശേഷമാണ് പാപം പൊറുപ്പിച്ച് കളയാൻ പറ്റും. റമദാൻ വന്നാൽ പാപത്തെ കരിച്ചു കളയുമെന്ന പോലെ തന്നെയാ ദുൽഹിജ്ജയുടെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പാപം പൊറുക്കൽ വല്ലാതെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റമദാനിലെ ലൈലത്തുൽ ഖദ്ർ പോലെ ആവണം ദുൽഹിജ്ജയിലെ അറഫയുടെ ദിവസം എന്ന ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം, റമദാനിലെ ലൈലത്തുൽ ഖദ്ർ പോലെ ആ ഒരു പ്രതീതി ഇതിലുണ്ടായിരിക്കണമെന്ന് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു. രാവും പകലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കേണ്ട, ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ് അറഫയുടെ ദിവസം എന്ന് ഞാൻ പറഞ്ഞു. ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പാപമോചനം നടത്തി. അത് സംബന്ധമായിട്ട് സ്വഹാബികളുടെ ഇടയിൽ വലിയൊരു വിശകലനം നടത്തി. മഹാനായ അബ്ദുല്ലാഹിബ്ന് കിനാനത്ത് ബിൻ അബ്ബാസ് ബിൻ മിർദാസിന് സുലമി അന്ന അബാഹു അഖ്ബറഹു അൻ നബിഹി, പ്രമുഖനായ സ്വഹാബി പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ലി ഉമ്മത്തിഹി ആശിയത അറഫ, അറഫ ദിവസത്തിൽ അവിടുത്തെ ഹജ്ജിൽ അവിടുന്ന് വൈകുന്നേര സമയത്ത് ഉമ്മത്തിന് വേണ്ടിയിട്ട് പാപമോചനം അള്ളാഹുവോട് തേടി. ബിൽ മഗ്ഫിറത്ത് കൊണ്ട് ദുആ തേടി. നമുക്കൊക്കെ പുറത്തു തരാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ദുആ ഇറങ്ങുന്നതാ. ഫഉജീബ, ആ ദുആക്ക് ഇജാബത്ത് കിട്ടി. എന്താ ഇജാബത്ത്? ഇന്നി ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്കെല്ലാവർക്കും പുറത്തു കൊടുത്തു. നബിയെ, അങ്ങയുടെ സമുദായത്തിലുള്ള എല്ലാവർക്കും ഞാൻ പുറത്തു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മാ ഖലല്ലാലിമ, അക്രമം പ്രവർത്തിച്ച് മറ്റൊരാളെ വേദനിപ്പിച്ച അക്രമം ചെയ്ത ആൾക്ക് ഞാൻ പൊറുക്കൂല നബിയെ എന്ന് അള്ളാഹുവിന്റെ വഹയി വന്നു. ഫഇന്നി ആഖുദു ലിൽ മദ്ലൂമി മിൻഹു, ഇവൻ ആരെയാണോ വേദനിപ്പിച്ചത് ആ വേദനിച്ചവൻ വന്നിട്ട് നാളെ മഹ്ശറയിൽ അതിന് പരിഹാരം ആയി പൊരുത്തപ്പെട്ടു കൊടുക്കാതെ വേദനിപ്പിച്ചവന് ഞാൻ ഈ അറഫയുടെ ദിവസത്തിൽ, ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തിൽ ഞാൻ മഗ്ഫിറത്ത് കൊടുക്കൂല നബിയെ എന്ന അള്ളാഹുവിന്റെ അറിയിപ്പ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമായി. അള്ളാഹുവേ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് വേണ്ടി പാപമോചനം ചോദിച്ചിട്ട് അത് പൂർണ്ണമായ രീതിയിൽ കിട്ടാതെ വന്നപ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഐ റബ്ബി ഇൻ ശിഅത ഉതൈതൽ മദ്ലൂമ മിനൽ ജന്ന, അള്ളാഹുവേ നിനക്ക് വല്ല പ്രയാസമുണ്ടോ? അല്ലാഹ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിക്കുക, വേദനിച്ച് ഭൂമിയിൽ വെച്ച് വേദന കിട്ടിയവൻ പൊരുത്തപ്പെട്ടു കൊടുത്താലാണല്ലോ വേദനിപ്പിച്ചവന് നീ പൊറുക്കൂ എന്ന് പറഞ്ഞത്. ഈ വേദന കിട്ടിയവന് വേദന കിട്ടിയവന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ നിന്റെ സ്വർഗം കൊടുക്കാം. അപ്പൊ അവന് സ്വർഗം കിട്ടുമ്പോൾ തൃപ്തിയാവും, ആ വേദനയിൽ തൃപ്തിയാവും, വേദന പൊരുത്തപ്പെട്ടു കൊടുക്കും. അപ്പൊ ഈ വേദനിപ്പിച്ചവന് നിനക്ക് അവന്റെ പൊരുത്തം കിട്ടുക വഴി നീ സ്വർഗം കൊടുത്ത് പൊരുത്തം വാങ്ങാം. ആ പൊരുത്തമായി സ്വർഗമൊക്കെ കിട്ടി തൃപ്തിയായി, അപ്പൊ വേദനിച്ചവന് അവൻ നിരുപാധികം മാപ്പ് കൊടുക്കും. അങ്ങനെ ഒരു സംവിധാനം നിനക്ക് ചെയ്തുകൂടെ അല്ലാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് തിരിച്ചു ചോദിച്ചു. ഇത് ഞാൻ വെറുതെ കഥ പറയല്ല. ഇബ്നു മാജ തങ്ങളുടെ സുനനിൽ ഈ ഹദീസ് കാണാൻ കഴിയും. 3000 ഹദീസ്, 1013ാമത്തെ ഹദീസോളം ആയി നമുക്ക് ഈ ഹദീസ് കാണാൻ കഴിയും. അത്രത്തോളം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പഷ്ടമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അക്രമം ചെയ്തവന് പുറത്തു കൊടുക്കൂല. ആ അക്രമം ആരോടാണോ ചെയ്തത്, ആരെയാണോ വേദനിപ്പിച്ചത്, ആ വേദനിച്ചവൻ പുറത്തു കൊടുക്കാതെ. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വേദനിച്ചവന് തൃപ്തിപ്പെടുത്താൻ നീ നാളെ മഹ്ശറയിൽ സ്വർഗം ഉറപ്പിച്ചു വിട്ടാൽ, അവന് സ്വർഗം കൊടുത്താൽ സ്വർഗം കിട്ടിയതിന്റെ പേരിൽ അവൻ തൃപ്തിയാവൂലോ? അപ്പൊ ഈ വേദന കൊടുത്ത ആളോട് അവൻ പൊരുത്തപ്പെടൂലോ? അതുവഴി ആ വേദനിപ്പിച്ച എന്റെ സമുദായക്കാരനെയും നിനക്ക് സ്വർഗം കൊടുത്തുകൂടെ അല്ലാ, മഗ്ഫിറത്ത് കൊടുത്തുകൂടെ അല്ലാ എന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് തിരിച്ചു ചോദിച്ചു.
ആ ദുൽഹിജ്ജയുടെ 9-ാമത്തെ ആ വൈകുന്നേരം നേരത്തെ ആ ദുആയില് ഈ രണ്ടാമത് ചോദിച്ച കാര്യം, വേദനിച്ചവന് സ്വർഗം കൊടുത്ത് തൃപ്തിപ്പെടുത്തി അവനെ വേദനിപ്പിച്ചവന് പുറത്തു കൊടുക്കാലോ, ആ സംവിധാനത്തെ കുറിച്ച് അള്ളാഹുവോട് തിരിച്ചു മുത്തുനബി ചോദിച്ചതിന് ഉത്തരം വന്നില്ല. അന്ന് ഉത്തരം കിട്ടിയില്ല. ഹജ്ജിന്റെ വേളയാണല്ലോ, അറഫയിൽ വെച്ച് ചോദിച്ചതല്ലേ. മുസ്ദലിഫയിലെത്തി പിറ്റേന്ന് സുബഹിക്ക് ആ സമയത്ത് ഈ ദുആ വീണ്ടും ചെയ്തു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും പുറത്തു കൊടുക്കണേന്ന് അത് വരുന്നത്. അപ്പോൾ ഫഉജീബ ഇലാ മസ്അല, മുസ്ദലിഫയിൽ വെച്ചിട്ടുള്ള സുബഹിയുടെ സമയത്ത് അള്ളാഹു വഹിയായി ആ ദുആഇന്റെ ഉത്തരം ചെയ്ത് ആ ദുആഇന്റെ ഫലം അറിയിച്ചു. എന്താണ് വഹിയായിട്ട് അറിയിച്ചത്? നബിയെ, അക്രമം ചെയ്ത ആളാണേൽ പോലും അവനും ഞാൻ പുറത്തു കൊടുക്കും. എങ്ങനെ? ഇവന്റെ അക്രമം ആർക്കാണോ കിട്ടിയത് ആ ആക്രമിക്കപ്പെട്ടവന് സ്വർഗം അങ്ങോട്ട് കൊടുക്കുക. നീ സഹിച്ചതിനും ക്ഷമിച്ചതിനും വേദന തിന്നതിനും നിനക്ക് ഞാൻ സ്വർഗം തന്നേക്കാം, അവന് നീ പുറത്തു കൊടുത്തേരെ. അപ്പൊ അവൻ പുറത്തു കൊടുക്കും സ്വർഗം കിട്ടുമ്പോൾ. ആ ഒരു സംവിധാനത്തിൽ ഞാൻ ചെയ്യാം നബിയെ, അങ്ങ് ദ്വാരന്നതല്ലേ. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിന് വഹി വരുമ്പോ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിലെ സുബഹിക്ക് ഹബീബായ നബി തങ്ങൾ ഈ വഹി വന്നപ്പോ ചിരിച്ച സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. രണ്ടുപേരും കൂടി ചോദിച്ചു, നബിയെ, ബിഅബി അൻത വ ഉമ്മി ഇന്ന ഹാദിഹി ലസാഅതു മാ കുൻത തദ്ഹഖു ഫീഹാ. സാധാരണ സുബഹി കഴിഞ്ഞ് ഇങ്ങനെയുള്ള നേരത്തെ അങ്ങ് ഇതുപോലെ ചിരിക്കാറില്ലല്ലോ, എന്താ ഇന്ന് ഇങ്ങനെ ചിരിച്ചത് നബിയെ, എന്തെങ്കിലും ഉണ്ടോ? ഫമല്ലദി അൽഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ്. അങ്ങ് എന്തിനാ ചിരിച്ചത് നബിയെ? അങ്ങയുടെ ചിരി അല്ലാഹു ആ മുഖത്ത് നിലനിർത്തി തരട്ടെ. അങ്ങ് ചിരിച്ചതെന്തിനാ പറഞ്ഞാലും. അപ്പൊ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹദുവല്ലാഹി ഇബ്ലീസ്, അള്ളാഹുവിന്റെ ശത്രുവായ ഇബ്ലീസ്, ലമ്മാ അലിമ അന്നല്ലാഹു അസ്സ വജല്ല ഖദ് ഇസ്തജാബ ദുആഇ, എന്റെ ദുആഇന് 2 വട്ടവും അള്ളാഹു ഉത്തരം തന്നു. ആദ്യത്തെ വട്ടം ദുആ എന്നത് എന്റെ സമുദായത്തിൽ എല്ലാവർക്കും ഞാൻ മഗ്ഫിറത്ത് കൊടുക്കണേന്നാ, എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ അക്രമം ചെയ്തവനൊഴിച്ച്. അക്രമം ചെയ്തവന് വേണ്ടി ഞാൻ രണ്ടാമത് ദുആ ഇരുന്നപ്പോൾ അത് അള്ളാഹു ഇന്നത്തെ പകലിൽ സുബഹിക്ക് എനിക്ക് ഉത്തരം ചെയ്തു. ഇങ്ങനെ 2 രീതിയിൽ അള്ളാഹു എനിക്ക് ഉത്തരം തന്ന സമയത്ത് അള്ളാഹുവിന്റെ ശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ ഇത് കണ്ട് അറിഞ്ഞപ്പോ എന്റെ ഉമ്മത്തിന് എല്ലാ നിലക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ള അള്ളാഹുവിന്റെ പ്രതികരണവും വഹയും അറിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു? അഖദ തുറാബ, അവൻ കുറെ മണ്ണ് വാരി, ഫജഅല യഹ്സൂഹു അലാ റഅസിഹി, എന്നിട്ട് സ്വന്തം തലയിലേക്ക് ഇങ്ങനെ വാരി ഇട്ടിട്ട് അവൻ അതിന്റെ ആ ദേഷ്യം അങ്ങ് തീർത്ത് ഇളഭ്യനായി, അവൻ നാണം കെട്ട് വഷളായി ദേഷ്യത്തോടുകൂടെ പോകുന്നു. ഞാൻ കാണുന്നു അത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയദഉ ബിൽ വൈലി വസ്സുബൂരി, നാശം എന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ശരീരത്തിൽ ആർത്തട്ടഹസിച്ച് അടിച്ച് പ്രഹരമേൽപ്പിച്ചവനിങ്ങനെ തുള്ളിച്ചാടി പോവാ ദേഷ്യം കൊണ്ട്. അവന്റെ വ്യാകുല ചിത്തമായ ഭ്രാന്തി പിടിച്ച അവസ്ഥ കണ്ടപ്പോ അള്ളാഹു എന്റെ ചുണ്ടിൽ ചിരി തന്നതാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പാപമോചനത്തിന്റെ വ്യാപ്തി കണ്ടിട്ട് പിശാച് പോലും തലയിൽ മണ്ണ് വാരിയിടുന്ന ദിവസമാണ് ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം എന്ന അറഫ ദിവസം. ഒന്ന് ഒരുങ്ങി ആ ദിവസത്തിലേക്കൊന്ന് തയ്യാറായി വന്നാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അല്ലാഹു തആല അറഫാ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും നമുക്ക് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഈമാനിന്റെ ഒരു കണിക നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അറഫാ ദിവസത്തിൽ അല്ലാഹു എല്ലാ നിലക്കുമുള്ള പാപമോചനം നമുക്ക് നൽകും. അത് അറഫയിൽ ഉള്ളവർക്ക് മാത്രമല്ല, എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടും. അറഫയിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട. അറഫയിൽ മാത്രമല്ല, അത് അറഫ പോവാത്തവർക്കും കിട്ടും. ഇത് കിട്ടും, ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം കിട്ടും. കേട്ടോളൂ, കെൻസുൽ ഉമ്മാലിൽ ഇത് സംബന്ധമായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ഹദീസ് പണ്ഡിതന്മാർ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഫഇദാ കാനത അശിയത്തു അറഫത ലം യബ്ഖ അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ ഇല്ലാ ഗുഫിറ ലഹു അല്ലാഹു തആല പുറത്തു കൊടുക്കും. ആർക്ക്? അറഫാ ദിവസം എന്ന ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം വൈകുന്നേരം നേരത്ത് ഹൃദയത്തിന്റെ അകത്ത് ഒരു അണുമണി തൂക്കം അല്ലാ എന്ന തോന്നലും വിചാരവും ഉള്ള ഈമാനുള്ള മനുഷ്യൻ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ട് എങ്കിലും ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം ശ്രദ്ധിക്കണം, ഒരു
കാരണവശാലും ആ ദിവസം പകൽ ഒരു ഹറാമോ, ഒരു സിനിമ കാണലോ, ഒരു ഫേസ്ബുക്ക് നോക്കലോ, മറ്റുള്ളതായ ഒരു രീതിയിലുള്ള കളി വിനോദങ്ങളിൽ പോവല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അണുമണി തൂക്കം ഈമാനിന്റെ ചിന്തയിൽ നിന്നും മനസ്സ് പോവാതെ നമ്മൾ നോക്കണം. ഒരൽപ്പം, ഒരണുമണി തൂക്കം ഈമാൻ ഹൃദയത്തിൽ അന്ന് വൈകുന്നേരമുള്ള മനുഷ്യന് അള്ളാഹു പുറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് മഹാന്മാർ ഉദ്ധരിക്കുന്നു. ഇതുപോലെ റസൂലുള്ളാഹി പറഞ്ഞത്. അറഫയുടെ ദിവസം, ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം അണുമണി തൂക്കം ഈമാൻ ഹൃദയത്തിലുള്ളവന് അള്ളാഹു പുറത്തു കൊടുക്കും. ഹക്കദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഹ്ലു അറഫത ഖാസതൻ, അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണോ ഇത്? അപ്പൊ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബൽ അല്ല ലിൽ മുസ്ലിമീന ആമ്മ, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഈ ആനുകൂല്യമുണ്ട്. ഏതാനുകൂല്യം? ഈമാനിന്റെ കണിക ഹൃദയത്തിലുള്ളവന് ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം അള്ളാഹു നൽകുന്ന വിശാലമായ മഗ്ഫിറത്ത് കിട്ടും. അത് അറഫയിൽ മാത്രമുള്ളവർക്കല്ല, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിക്കണം ആ ദിവസം. കണ്ണ് തെറ്റ് ചെയ്യല്ലേ, ഖൽബ് തെറ്റ് ചെയ്യല്ലേ, കാത് തെറ്റ് ചെയ്യല്ലേ, നാവ് തെറ്റ് ചെയ്യല്ലേ, സൂക്ഷിക്കണം. ധാരാളം ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബിയുടെ കൂടെ ഒരു സ്വഹാബി കൂടി, ഒരു സാധാരണ വലിയ വിവരമൊന്നുമില്ല, ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ഒരു സ്വഹാബി കൂടി അറഫയുടെ ദിവസമാണ് നബിയുടെ കൂടെ ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസം. സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ട്, ഗൾഫിലൊക്കെ അറഫ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്നാണല്ലോ നമുക്ക് അറഫ ദിവസം ആവാ. ആ ദിവസത്തിന്റെ പേരാണ്, ദുൽഹിജ്ജ 9-ന്റെ പേരാണ് അറഫ ദിവസം, യൗമു അറഫ. വെള്ളിയാഴ്ചയുടെ പേരാണ് യൗമുൽ ജുമുഅ എന്ന പോലെ ഒരു പേര് മാത്രമാണ് യൗമു അറഫ എന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജയുടെ 9-ാമത്തെ നാള് അവർക്ക് മാസം പിറന്നതനുസരിച്ച് അവർ അവിടെ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്നു. നമുക്ക് മാസം പിറന്നതനുസരിച്ച് നമ്മൾ ആ ദിവസത്തെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു. അവിടെ ഉപയോഗിച്ചാലും ഇവിടെ ഉപയോഗിച്ചാലും എവിടെ ഉപയോഗിച്ചാലും ആ ദിവസത്തിന്റെ പേരാണ് യൗമു അറഫ ദിവസം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അറഫയിൽ വെച്ച് ദുൽഹിജ്ജയുടെ 9-ന്റെ അന്ന് കൂടെ ഉണ്ടായി. ഒരു വലിയ വിവരമൊന്നുമില്ല, ഇപ്പൊ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നുള്ളൂ, ഹറാമുകളും ഹലാലുകളും വല്ലാതെ വേർതിരിഞ്ഞിട്ടില്ല, അത്രയും വിവരം കുറഞ്ഞ ഒരു സ്വഹാബി കൂടെ ഉണ്ട്. ആ സ്വഹാബി ആയപ്പോൾ ഹജ്ജിന്റെ സമയമല്ല, എല്ലാവരും ഇങ്ങനെ ഇടകലർന്നിട്ടുള്ള സമയമല്ല, ആണും പെണ്ണും ഒക്കെ ഉണ്ടല്ലോ. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിലെ ഹദീസ് പറയുന്നുണ്ട്, ഈ സ്വഹാബി പെണ്ണുങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വയന്നൂറു ഇലൈഹിന്ന, മൂപ്പര് ഇങ്ങനെ നോക്കലൊടുങ്ങി. മൂപ്പര് അറഫയിലാണെന്നൊന്നും തോന്നണില്ല മൂപ്പർക്ക്, അതിനുള്ള വിവരമുള്ളൂ. ഈ അടുത്ത ദിവസം ഇസ്ലാമിൽ വന്ന ഒരാളാണ്, കൂടുതലൊന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല, ഇതിന്റെ ഗൗരവമൊന്നും അറിയില്ല. അയാൾ ആ പഴയ സ്വഭാവം വെച്ച് പെണ്ണുങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അറഫയിൽ വന്നിട്ട് പെണ്ണുങ്ങളെ നോക്കുക. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിഫു വജ്ഹഹു ബിയദിഹി, അവൻ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഹബീബായ നബി തങ്ങൾ അവന്റെ മുഖം അങ്ങോട്ട് പിടിച്ച് തിരിക്കുക, അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തല പിടിച്ചിട്ട് തിരിക്കുക, അങ്ങോട്ട് നോക്കല്ലേ എന്ന്. അങ്ങനെ പല പ്രാവശ്യമായി. യസ്രിഫു വജ്ഹഹു ബിയദിഹി മിൻ ഖൽഫിഹി, അവന്റെ തല ഇങ്ങനെ തിരിച്ചു കൊടുക്കും. മിറാറൻ, പല പ്രാവശ്യം അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെണ്ണുങ്ങൾ പോണ നോക്കണം കണ്ടപ്പോ റസൂൽ അങ്ങനെ തല തിരിച്ചു ഒരുപാട് പ്രാവശ്യം തിരിച്ചു കൊടുത്തു. ഖാല വജഅലൽ ഫത യുലാഹിദു ഇലൈഹിന, പക്ഷെ മൂപ്പർ കൈലുല്യം ഇതൊന്നുമില്ല. പിന്നെയും പെണ്ണുങ്ങൾ പോകും, മൂപ്പർ ആ ഭാഗത്തേക്ക് നോക്കും. ഇങ്ങനെ അറഫയിലാണ്, ഹജ്ജിന്റെ അമലിലാണ്, എന്നാലും അങ്ങനെ ചെയ്യുന്നു. അദ്ദേഹത്തെ ചെറുതായി കാണരുത്, അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്. ആ സ്വഹാബി അടുത്ത ദിവസം ഇസ്ലാമിൽ വന്ന് വലിയ വിവരമുള്ള ആളൊന്നുമല്ല, ഇതിന്റെ ഗൗരവമൊന്നും അറിയാത്ത ഒരാളാണ്. അറഫയിലെ റസൂലുള്ളാഹിയുടെ കൂടെ കൂടി എന്ന് മാത്രം. അവർക്ക് അന്ന് ഹജ്ജ് ചെയ്യാനൊന്നും നിയമ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ, ആ കൊല്ലം എല്ലാവരും ഹജ്ജ് ചെയ്യും, ഒരുമിച്ച് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഈ സ്വഹാബിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത പോലെ അങ്ങനെ ചെയ്യല്ലേ. അവസാനം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്ന അഖി ഇന്ന ഹാദാ യൗമുൻ മൻ മലക ഫീഹി സമഅഹു വബസ്റഹു വലിസാനഹു ഗുഫിറ ലഹു. മോനെ, ഈ ദിവസം ഏതാണെന്ന് നിനക്കറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്. ഈ ദിവസം ഏതാണെന്ന് നിനക്കറിയോ? ഈ ദിവസം എന്ന് പറയുന്നത് ഒരാൾ തന്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ പരമാവധി സൂക്ഷ്മത പുലർത്തേണ്ട ഒരു ദിവസം. അത് കഴിഞ്ഞാൽ ചെയ്യാന്നല്ല അതിനർത്ഥം. ഈ ദിവസം കൂടുതൽ ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ. ഈ ദിവസം തന്റെ കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കേണ്ട ദിവസമാണ്.
ദിവസമാണ്. അത് കഴിഞ്ഞാൽ ചെയ്യാന്നല്ല, പക്ഷെ അന്നത്തെ ദിവസം സഗൗരവം അത് ഏറ്റെടുക്കണം. ഒരു ഹറാമും എൻ്റെ കണ്ണിലൂടെയോ കാതിലൂടെയോ അതുപോലെ തന്നെ ലിസാനഹു എൻ്റെ നാവിലൂടെയോ സംഭവിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയുടെ ദിവസമാണ് മോനെ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് നീ അങ്ങോട്ടൊന്നും നോക്കരുത്. സ്വഹാബി നന്നായി. ആ സ്വഹാബി പിന്നെ നോക്കിയില്ല. ഈ രീതിയിൽ അബദ്ധങ്ങൾ, അശ്രദ്ധയിൽ സംഭവിക്കുന്ന പല ദുസ്വഭാവങ്ങളും നമുക്കുണ്ട്. നമ്മുടെ അവയവങ്ങൾ മുഴുവനും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിലായി എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു പ്രത്യേകമായ സമയമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ഒരു ദിവസത്തെ വളരെ നിസ്സാരമായ ലാഘവത്തോടുകൂടെ നാം വെറുതെ ഒഴിവാക്കി വിടാതെ അതിനെ നാം ആയുസിന്റെ ഏറ്റവും അനർഘമായ ഭാഗമായി തന്നെ ചേർത്ത് വെച്ച് അതിലേക്കുള്ള ശ്രമങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ചെയ്ത് കുറഞ്ഞ കാലത്തെ ആയുസ്സിൽ ജീവിച്ച് തീരേണ്ട നമ്മള് ഇങ്ങനെയുള്ള കുറെ നേട്ടങ്ങൾ നാളത്തേക്ക് വേണ്ടി ചെയ്തു വെച്ചാൽ നമ്മൾ ധന്യരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കു റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാ. അറിഞ്ഞ് ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന അനുഗ്രഹങ്ങളെ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, തൃശ്ശൂർ ജില്ലയിലെ 3 പീടികക്കടുത്ത് ഒരു സഹോദരൻ ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. 10-32 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുവേ, ഹാർട്ട് സംബന്ധമായ രോഗം, പെട്ടെന്നുള്ള മരണമായിരുന്നു. റഹ്മാനേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, 2 ചെറിയ കുട്ടികളാണ് അല്ലാ. ആ കുടുംബത്തെ നീ റാഹത്താക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എല്ലാവർക്കും നീ റബ്ബേ മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ജിന്നിന്റെ ശല്യം കൊണ്ട് വല്ലാത്ത പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ഒരു സഹോദരൻ, തിരുവനന്തപുരം ജില്ലക്കാരൻ, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സഹോദരനാ. അല്ലാഹുവേ, എല്ലാ ജിന്ന് പിശാചുക്കളെ തൊട്ടവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ശല്യങ്ങളും നീ മാറ്റണേ അല്ലാ. ഉളുഹിയ കർമ്മത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് സഹോദരങ്ങളും സഹോദരിമാരും. അല്ലാഹുവേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിലുണ്ട്. എല്ലാവർക്കും ആ അമല് കൊണ്ടുള്ള സർവ്വ നേട്ടങ്ങളും 2 ലോകത്തും നൽകണേ അല്ലാ. ഉളുഹിയ കൊണ്ട് നീ കാവൽ നൽകുമെന്ന് പറഞ്ഞല്ല, കാവലും നൽകണേ അല്ലാ. ഉളുഹിയ കൊണ്ട് നാളെ മഹ്ശറയിലേക്കുള്ള വാഹനം നീ നൽകുമെന്ന് പറഞ്ഞ ആ വാഹനം നീ നൽകണേ അല്ലാ. ഉളുഹിയത്തിന്റെ അദബുകളിൽ കുറവ് വരുന്നത് പൊറുക്കണം അല്ലാ. മരണം വരെ റബ്ബേ, ഞങ്ങളുടെ തലമുറയിലും ഒക്കെ അത് നിലനിന്ന് പോവാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട് റഹ്മാനെ, ഖൈറായ ഭവനം നീ കൊടുക്കണേ അല്ലാ. മക്കളുടെ വിവാഹ പ്രായമെത്തി അനുയോജ്യമായ ബന്ധങ്ങൾ തേടുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇക്കഴിഞ്ഞ ദിവസം അവരുടെ മകളുടെ കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് വൈകാത്ത ഭാവിയിൽ അനുയോജ്യമായ ബന്ധം അടുപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ വാഹനങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളിൽ നീ ബറക്കത്ത് നൽകുക അല്ലാ. പരീക്ഷകൾ പല മക്കളും അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോ. അല്ലാഹുവേ, അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലകളിലും പരീക്ഷകളും മറ്റും നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അല്ലാ. ഒരുപാട് സഹോദരിമാര് വിദേശത്തുള്ളവര്, സഹോദരന്മാർ വിദേശത്തുള്ളവര്, നാട്ടിലുള്ളവര് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നു. അല്ലാഹുവേ, ജോലി സംബന്ധമായ തടസ്സങ്ങളുള്ളവരുണ്ട്, അതൊക്കെ നീ റാഹത്താക്കി നല്ല ജോലി എല്ലാവർക്കും നൽകണം അല്ലാ. അല്ലാഹുവേ, കോവിഡിന്റെ മാരകമായ അവസ്ഥ ഭൂമിയിൽ മടങ്ങി വരല്ലേ അല്ലാ.
ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് ഹസ്സുലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഹജ്ജിന് പോയവർക്ക് ആഫിയത്ത് നൽകുക അല്ലാ. പ്രിയ സ്നേഹിതൻ, ബഹുമാന്യനായ ഒരു ഉസ്താദ്, കേരളത്തിലെ പ്രഭാഷകരിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാന്യനായ ഉസ്താദ്, പരിശുദ്ധ മക്കയിലെ പ്രത്യേകമായ തീവ്രപരിചരണ വിഭാഗത്തിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നു. റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. അദ്ദേഹത്തിന് പോസിറ്റീവുമാണ്. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ. ഹജ്ജ് നഷ്ടപ്പെടാതെ പാവപ്പെട്ട ഉസ്താദിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നല്ല സ്നേഹമുള്ള ഉസ്താദ്, നല്ല വഅ്ദ് പറയുന്ന ഉസ്താദ്. അല്ലാഹുവേ റബ്ബേ, അദ്ദേഹത്തിന്റെ ശബ്ദം ഇനിയും ദീനിന് ആവശ്യമുള്ളതാ, ആഫിയത്ത് കൊടുക്കുക അല്ലാ. ഇഖ്ലാസുള്ള പണ്ഡിതനാണ് തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കുക അല്ലാ. രോഗത്തിന്റെ തീവ്രമായ അവസ്ഥയിൽ നിന്നും അതിജയിക്കാനുള്ള കരുത്ത് കൊടുക്കുക അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോയ പലർക്കും ശാരീരിക അസ്വസ്ഥതകളും പനിയും മറ്റു പ്രയാസങ്ങളുമുണ്ട്. ശിഫ നൽകണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ നിലക്കും നീ റാഹത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ദുൽഹിജ്ജ മാസത്തിന്റെ അനുഗ്രഹീതമായ സമയങ്ങളിൽ റബ്ബേ, അതിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും അതിന്റെ എല്ലാ റഹ്മത്തുകളും നേടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.